അറിയാലോ ശിവാനിയുടെ സ്വഭാവം അമ്മയ്ക്ക്. ആദ്യം അവള് പ്രണവിന് മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിയും. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞാലേ അവളെയും കൂട്ടി ഗൗതമിന്റെ മുന്നിൽ വന്ന് അവിടെ നിർത്തി ചോദിക്കും, ഇത് ശിവാനിയല്ലേ ഒപ്പിട്ട് വാങ്ങിച്ചേന്ന്. അപ്പൊ ഗൗതം പ്രണവിന്റെ മുഖത്ത് നോക്കി പറയൂ അല്ലെന്ന്. അല്ലെന്ന് പറയുന്നത് മാത്രമായിരിക്കില്ല, ഇപ്പോഴുള്ള ദേഷ്യത്തിന് ഒരു സ്വത്തും വേണ്ടെന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണെന്നും അങ്ങനെ ഒരു രജിസ്റ്റേർഡ് അയച്ചത് ഞാനാണെന്നും ഗൗതം കയറി അങ്ങ് ഏൽക്കും. അങ്ങനെ ഗൗതം പറഞ്ഞ നമ്മൾ ആരായി? വീണ്ടും വിട്ടികളാവും. പിന്നെ നീ എന്ത് ചെയ്യണം നീ പറയുന്നത്? അവളെ കാണിച്ചു കൂട്ടുന്നതെല്ലാം സഹിച്ചോണ്ടിരിക്കണം എന്നാണോ? പ്രണവ് പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്യുമെന്റുമായി വന്ന് ഒപ്പിട്ട് വാങ്ങിക്കുമ്പോ പാവം എന്റെ മോൻ എന്തുമാത്രം വിഷമിച്ചു കാണും. ഇതങ്ങനെ വിടാൻ പറ്റില്ല നിധി. ശിവാനിക്ക് എന്തെങ്കിലും ഒരു തടയിട്ടേ പറ്റൂ. ശിവാനിക്ക് തടയിടണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കണം. അതിനിപ്പോ അവള് പ്രഗ്നന്റ് അല്ല എന്നതിന് എന്താ ഉറപ്പ്? എനിക്ക് അക്കാര്യത്തിൽ അവളെ അവിശ്വാസമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന് വെറുതെ കള്ളം പറയോ? ഏതെങ്കിലും പെണ്ണ് പറയില്ലായിരിക്കാം, പക്ഷേ ശിവാനി പറയും. അമ്മയ്ക്കറിയാലോ, ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. പ്രഗ്നന്റ് ആണെന്ന് അവള് കള്ളം പറയുന്നത് കൊണ്ട് മാത്രമാണ് പ്രണവ് പോലും അവളെ ഒന്നും ചെയ്യാത്തത്. ഒരുപക്ഷെ നീ പറയുന്നത് ശരിയാണെന്ന് തന്നെ വെച്ചോ, പക്ഷേ അത് നമ്മൾ എങ്ങനെ തെളിയിക്കും? അമ്മായിയമ്മയും മരുമോളും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണോ അതോ കുശലം പറയാൻ വന്നതാണോ? ആ നിധിക്ക് ഓർമ്മയുണ്ടോ അല്ലേ? എനിക്കങ്ങോട്ട് ഓർമ്മ കാണില്ലേ? വിവാഹത്തിന് കണ്ടതല്ലേ, അന്നത്തെ തിരക്കിൽ മറന്നുപോയി കാണും. നിധി, ഇതെന്റെ അനിയത്തിയാണ് സുജാത. ആള് വലിയ ഗൈനക്കോളജിസ്റ്റ് ഒക്കെ. ആ അല്ല, അമ്പലത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയമുണ്ടോ ഡോക്ടർക്ക്? ഒരു വിശേഷമുണ്ട് ചേച്ചി. ശ്രുതിമോളുടെ കല്യാണം ആണോ? അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു? മെഡിസിൻ കഴിഞ്ഞു. പയ്യൻ ഡോക്ടർ. നല്ലൊരു ആലോചന വന്നപ്പോ അതങ്ങ് നടത്താൻ തീരുമാനിച്ചു. നന്നായി. കേട്ടോ നിധി, മദേഴ്സ് മെറ്റേണിറ്റി ഹോസ്പിറ്റലില്ലേ, അവിടുത്തെ മെയിൻ ഡോക്ടറാ സുജാത. ചേച്ചി, നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആവുമ്പോ ഞാൻ വീട്ടിലേക്ക് വരാം. എല്ലാവരും ഇവിടെ കാണില്ലേ? നാളെ ക്ഷണിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ഈ കല്യാണക്കുറി ഒന്ന് പൂജിച്ചു വാങ്ങട്ടെ. എങ്കിൽ സമയം കളയണ്ട, വേഗം ചെല്ല്. ആ, നിങ്ങൾ പോയില്ലെങ്കിൽ ഞാനത് പൂജിച്ച് വാങ്ങിയിട്ട് വരുമ്പോ കാണാം. ചെല്ല്. നീ എന്തേ ആലോചിക്കുന്നേ? അല്ല, ഈ ഡോക്ടർ അമ്മയുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്? ആ, അടുത്ത ബന്ധുവാണ്. നാളെ ഡോക്ടർ കല്യാണം വിളിക്കാനായി രാവിലെ വീട്ടിലേക്ക് വരും. എങ്കിൽ പിന്നെ ഈ ഡോക്ടറെ കൊണ്ട് ശിവാനി ഒന്ന് ചെക്കപ്പ് ചെയ്താലോ? അത് കൊള്ളാലോ. എന്തായാലും സുജാത എന്നോട് കള്ളം പറയില്ല, ശിവാനിയുടെ വലയിൽ വീഴുകയില്ല. അവളുടെ പ്രഗ്നൻസി കള്ളമാണോ സത്യമാണെന്ന് നാളെ തന്നെ തെളിയിക്കാം. അതിൽ തെളിയിക്കാനൊന്നും ഇല്ലമ്മേ. സുജാത ഡോക്ടർ നാളെ ചെക്ക് ചെയ്തിട്ട് പറയും ശിവാനിയുടെ വയറ്റിൽ ഇരട്ടക്കുട്ടികൾ പോയിട്ട് ഒരു കുഞ്ഞു പോലും ഇല്ലെന്ന്. അമ്മ നോക്കിക്കും. ഗൗതം, ഗൗതം, ഗൗതം. ഇതെന്താ ഡോറൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നത്? നീ എവിടെ പോയിരിക്കായിരുന്നു? ഗൗതം എന്താ അങ്ങനെ ചോദിച്ചേ? അമ്പലത്തിൽ പോകുന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ആ, കുളി കഴിഞ്ഞെങ്കിലേ പ്രസാദം ഞാൻ തൊട്ട് തരാം. പ്രസാദമൊക്കെ ഞാൻ തൊട്ടോളാം. ആദ്യം ചോദിച്ചതിന് മറുപടി പറ. അമ്പലത്തിൽ ആരെ കാണാനാ നീ പോയത്? അമ്പലത്തിൽ ആരെ കാണാനാ? ഭഗവതിയെ കണ്ടു, വേൽമുരുകനെ കണ്ടു, മഹാഗണപതിയെ കണ്ടു. അങ്ങനെ അങ്ങനെ കുറെ ദൈവങ്ങൾ. ഒരുപാട് പറഞ്ഞ് കാട് കയറണ്ട. ഞാൻ ചോദിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടാ. ആരെ കാണാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയതെന്നാണ് എന്റെ ചോദ്യം. എന്തിനാ നിധി എന്നോട് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരുങ്ങി റെഡിയായി വന്ന്
അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നിന്റെ പെരുമാറ്റം കണ്ട് എനിക്ക് സംശയം തോന്നിയതാ. ആകെ ഈ വീട്ടിലുള്ളത് ഞാനും നീയും മാത്രമാണ്. എന്നോട് വരുന്നൊന്നൊരു വാക്ക് പോലും ചോദിക്കാതെ നീ മാത്രം പോകുമ്പോൾ അതിലൊരു കള്ളത്തരമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട നിധി. എന്തിനായിരിക്കും നീ പോകുന്നതെന്ന് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഊഹിച്ചതാ. നീ അമ്മയെ കാണാനല്ല അമ്പലത്തിലേക്ക് പോയത്. ചോദിച്ചു കേട്ടില്ലേ നീ എന്തിനാ അമ്മയെ കാണാൻ പോയെന്ന്? ഞാൻ കാണാൻ പോയത് അമ്മയല്ലേ, ഗൗതമിന്റെ ശത്രുക്കളെ ഒന്നും അല്ലല്ലോ. അതിലിപ്പോ എന്താ തെറ്റ്? അമ്മയെ കാണാൻ കൊതിമുതിട്ടൊന്നല്ല നീ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശിവാനി പ്രഗ്നന്റ് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? അവള് പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യം എന്താ നിനക്ക്? അമ്മയെ കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം നിനക്കില്ല. ആ വീടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതാ. പിന്നെ ഇനി നീ അവിടെയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും വേണ്ട. അല്ല, ഇതൊക്കെ ഗൗതം എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? അമ്മയെ കാണാൻ വേണ്ടി തന്നെയാണോ നീ പോകുന്നെന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ പുറകിൽ അമ്പലത്തിലേക്ക് വന്നു. കള്ളം കണ്ടുപിടിക്കാനായി ഇങ്ങനെ പിന്നാലെ വരുന്നത് നല്ല സ്വഭാവമല്ല ഗൗതം. ഓ, അപ്പൊ കള്ളം കാണിക്കുന്നതിൽ കുഴപ്പമില്ല, അത് കണ്ടുപിടിക്കുന്ന മാർഗമാണ് തെറ്റ് അല്ലേ? നിന്റെ ന്യായീകരണം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ എന്തിനു വേണ്ടി അമ്മയെ കണ്ടതെന്ന് ഗൗതം ഒന്ന് മനസ്സിലാക്ക്. ശിവാനി ഈശ്വരമംഗലത്തുള്ള എല്ലാവരെയും പറ്റിക്കുവോ? അവളെ പറ്റിക്കട്ടെന്നേ, നിനക്കെന്താ ജാതം? ശിവാനി ഒന്നാം തരം നാട്ടുകാരി ആയിരിക്കാം, പണത്തിന് ആർത്തിയുള്ളവളായിരിക്കാം, അതിനുവേണ്ടി ആരെയും ചതിക്കുന്നവളും ആയിരിക്കാം. അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈശ്വരമംഗലമായിട്ട് നിനക്കെന്താണ് ബന്ധം? അവിടെ ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അതിൽ നീ എന്തിനാ വേവലാതിപ്പെടുന്നേ? ഗൗതം, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. നീ അമ്മയെ കണ്ടതുപോലും എനിക്കൊരു തരി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഈശ്വരമംഗലത്തിന്റെ സ്വത്തും പണവും ബിസിനസ്സും എല്ലാ ബന്ധവും ആ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എല്ലാം ഉപേക്ഷിച്ച് വന്ന എന്റെ കൂടെ പൂർണ്ണ മനസ്സോടെ വന്നവളാണ് നീ. അപ്പോ ഇനി അവിടവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇതെന്റെ അവസാന വാക്കാ, ഓർത്തോ?